എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 11 കെമിസ്ട്രിയിലെ 13th ചാപ്റ്റർ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് വീഡിയോ ആണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ ഇതിൽ നമ്മൾ കൺസെപ്റ്റ് ബേസ്ഡ് കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇതിന് മുമ്പ് ഞാൻ കുറേ ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആ വീഡിയോസിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ വാട്ട് ഈസ് വുഡ്സ് റിയാക്ഷൻ? എന്താണ് വുഡ്സ് റിയാക്ഷൻ? Alkyl halides react with metallic sodium and dry ether to form alkenes. This reaction is known as Woods reaction. അപ്പോൾ alkyl halides മെറ്റാലിക് സോഡിയം ആയിട്ട് റിയാക്ട് ചെയ്യും. ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലാണ് അവർ റിയാക്ട് ചെയ്യുക. അങ്ങനെ റിയാക്ട് ചെയ്തുണ്ടാവുന്നതാണ് ആൽക്കീൻസ്. ആ റിയാക്ഷനെയാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഓരോ റിയാക്ഷൻസ് ആണ്. എന്താണ് ആ റിയാക്ഷൻ, എന്താണ് അതിൽ വരുന്ന റിയാക്ടൻസ്, എന്താണ് അതിൽ വരുന്ന പ്രൊഡക്റ്റ്, അതിൽ വരുന്ന കാറ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ എന്തിൻ്റെ പ്രസൻസിലാണ് നടക്കണേ, അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അതാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും വേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോ റിയാക്ഷനും പഠിച്ചു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സാമിന് വരുള്ളൂ. അത് ഓരോ രീതിയിലായിരിക്കാം. അതായത് ഇപ്പോൾ വുഡ്സ് റിയാക്ഷനിൽ എങ്ങനെയാണ് ആൽക്കൈൽ ഹാലൈഡ്സിനെ നമ്മൾ ആൽക്കീൻസ് ആക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കാം ഹൗ ടു കൺവേർട്ട് ആൻ ആൽക്കൈൽ ഹാലൈഡ് ഇൻ ടു ആൻ ആൽക്കീൻ, അങ്ങനെ ചോദിക്കാം. അപ്പോൾ ഏത് റിയാക്ഷനെ നമ്മൾ എടുക്കുക? വുഡ്സ് റിയാക്ഷൻ. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഓരോ റിയാക്ഷനും പഠിച്ചു വെക്കുക. അതിൽ ആരാ റിയാക്ടൻസ്, എന്താണ് പ്രൊഡക്ട്സ്, എന്താ കാറ്റലിസ്റ്റ്, അല്ലെങ്കിൽ ആരുടെ പ്രസൻസിലാണ് ആ റിയാക്ഷൻ നടക്കണതെന്നൊക്കെ അറിഞ്ഞിരുന്നാൽ പിന്നെ എളുപ്പമാണ് ഈ ചാപ്റ്റർ. ഓക്കെ, ടഫ് ഒന്നല്ല, നിങ്ങൾ റിയാക്ഷൻസ് പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. സോ ഇവിടെ റിയാക്ട് ചെയ്യുന്നത് ആൽക്കൈൽ ഹാലൈഡ്സും മെറ്റാലിക് സോഡിയവും തമ്മിലാണ് ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ. എന്നിട്ട് ആൽക്കെയിൻസ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ആൽക്കെയിൻസ് ഉണ്ടാവണേന്ന് നോക്കാം. 2RX + 2Na ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ഗിവ്സ് RR + 2NaX. എങ്ങനെയാണ് ഈ 2 RXും 2 Na ഒക്കെ ഉണ്ടെന്ന് അറിയണേ? അതായത് നമുക്ക് വേണ്ടത് എന്താ? ആൽക്കെയിൻസ് ആണ്. അങ്ങനെ ആൽക്കെയിൻസ് വേണമെങ്കിൽ ഇവിടെ ഒരു R ഉള്ളൂ അല്ലേ. R എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു R ഉള്ളൂ. ഇനി ഒരു R കൂടി ഉണ്ടെങ്കിലല്ലേ ഈ RR എഴുതി ആൽക്കെയിൻസ് എന്ന് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും 2 എണ്ണം വേണ്ടി വരും. അതുകൊണ്ടാണ് 2RX എഴുതിയാണ്. അപ്പോൾ അങ്ങനെ 2 RX ഉണ്ട്. X എന്ന് പറഞ്ഞാൽ ഹാലൈഡ്. അപ്പോൾ ആ ഹാലൈഡ് 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 സോഡിയം ഉണ്ടെങ്കിലല്ലേ നമുക്ക് 2 ഹാലൈഡായിട്ട് ഒരുമിപ്പിച്ച് അതിനെ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ 2Na എഴുതിയാണ്. അപ്പോൾ 2RX + 2Na ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ഗിവ്സ് RR + 2NaX. ഓക്കെ, ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ RXനും NAനും എങ്ങനെയാണ് റിയാക്ട് ചെയ്യിപ്പിക്കണേന്ന് നോക്കാം. 2 RX എടുത്തു, അതിൽ ഒരെണ്ണം RX + 2Na + XR എന്ന് എഴുതി. അപ്പോൾ ഈ ഹാലൈഡും NAയും തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ അവർ റിയാക്ട് ചെയ്ത് 2NaX ആവും. ബാക്കി വരുന്നത് ആരാ? R അല്ലേ. സോ RR ആൽക്കെയിൻ ഫോം ചെയ്യും. ഇനി നമ്മൾ അതിലൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മീഥേൻ ഗ്രൂപ്പും ഹാലൈഡ് എന്ന് പറയുന്നത് ബ്രോമിനായിട്ട് എടുക്കുക. സോ CH3Br + 2Na + BrCH3 ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ഗിവ്സ് CH3CH3 + 2NaBr. മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഹൗ വിൽ യു കൺവേർട്ട് സോഡിയം അസിറ്റേറ്റ് ടു മീഥേൻ? സോഡിയം അസിറ്റേറ്റിനെ എങ്ങനെയാണ് മീഥേനായിട്ട് കൺവേർട്ട് ചെയ്യുക? Sodium acetate on heating with soda lime, a mixture of NaOH and CaO undergoes decarboxylation to form methane. അപ്പോൾ ഇതിൽ നമ്മൾ ഡീകാർബോക്സിലേഷൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. അതിൽ ഒരു സോഡിയം അസിറ്റേറ്റിനെ ആൽക്കീൻ ഗ്രൂപ്പായിട്ട് മാറ്റുകയാണ്. അതായത് ഇവിടെ സോഡിയം അസിറ്റേറ്റിനെ മീഥേൻ എങ്ങനെയാക്കാമെന്നാണ് ചോദിക്കുന്നത്. സോഡിയം അസിറ്റേറ്റ്സിനെ നമുക്കൊരു ആൽക്കീൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രൂപ്പ് അതിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക് മാറ്റുന്ന ഒരു റിയാക്ഷനാണ് ഡീകാർബോക്സിലേഷനിൽ നടക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യണതാണ് NaOHും CaOയും. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? സോഡിയം അസിറ്റേറ്റിനെ NaOHും CaOയും അതായത് സോഡ ലൈമിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യും. അപ്പോൾ അത് ഡീകാർബോക്സിലേഷൻ അണ്ടർഗോ ചെയ്തിട്ട് നമുക്ക് മീഥേൻ തരും. അങ്ങനെ കിട്ടുന്ന ഇക്വേഷനാണ് CH3COONA + NaOH ഇൻ ദ പ്രസൻസ് ഓഫ് CaO ഗിവ്സ് CH4 + Na2CO3. ഇനി അടുത്തത് ഹൗ വിൽ യു കൺവേർട്ട് സോഡിയം അസിറ്റേറ്റ് ടു ഈഥേൻ? ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്നത് സോഡിയം അസിറ്റേറ്റിനെ ഈഥേനായിട്ട് കൺവേർട്ട് ചെയ്യാനാണ്. അങ്ങനെ ഈഥേനായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 2 CH3 ഗ്രൂപ്പ് നമുക്ക് വേണം അല്ലേ. നമ്മൾ നേരത്തെ കേസ് എടുക്കുകയായിരുന്നെങ്കിൽ സോഡിയം അസിറ്റേറ്റിനെ മീഥേൻ ആക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സോഡിയം അസിറ്റേറ്റിനെ മീഥേൻ ആക്കാൻ എളുപ്പമാണ്. കാരണം സോഡിയം അസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ CH3COONA അല്ലേ. അതിലൊരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ഡയറക്റ്റ് തന്നെ മാറ്റാം സോഡ ലൈം വെച്ച് ഹീറ്റ് ചെയ്താൽ. പക്ഷേ ഈ കേസിൽ നമുക്ക് ഈഥേനാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കൊൾബ്സ് ഇലക്ട്രോളിസിസ് കൊണ്ടുവരണം. അപ്പോൾ ആ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ റിയാക്ഷൻസ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, an aqueous solution of sodium acetate on Kolb's electrolysis we get ethane. അപ്പോൾ aqueous solution of sodium acetate നമ്മൾ Kolb's electrolysis നടത്തിയാൽ ഈഥേൻ കിട്ടും. അതായത് 2CH3COONA 2 CH3COONA വേണ്ടേ. കാരണം നമ്മൾ aqueous സൊല്യൂഷനിലാണ് എടുക്കണത്. അപ്പോൾ അവിടെ നമുക്ക് CH3 ഗ്രൂപ്പ് കിട്ടണില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഈഥേനാണ്. ഈഥേൻ്റെ ഫോമുല എന്താ?
CH3 അല്ലേ? അപ്പോൾ 2 CH3COO എടുക്കണം, എന്നാലേ 2 CH3 നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടുള്ളൂ. അപ്പോൾ 2 CH3COO plus 2 H2O gives CH3CH3 plus 2 CO2 plus 2 NaOH plus H2. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ആർ കൺഫർമേഷൻസ്? എന്താണ് കൺഫർമേഷൻ എന്നാണ് ചോദിക്കണേ. The different spatial arrangements of atoms arising due to free rotation around a CC single bond are called conformations or conformers. അപ്പോൾ കൺഫോമേഴ്സ് അല്ലെങ്കിൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ C സിംഗിൾ ബോണ്ട് C, അതിന് ചുറ്റുമായിട്ട് കുറേ ആറ്റംസ് ഉണ്ടാവും അല്ലേ? അതിനെ എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം, ഫ്രീ റൊട്ടേഷൻ കാരണം എങ്ങനെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാന്നുള്ളൊരു പ്രോപ്പർട്ടി ഉള്ള കാരണം അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം ആറ്റത്തിന്. അപ്പോൾ അതിനെ വിളിക്കുന്നതാണ് കൺഫർമേഷൻസ് അല്ലെങ്കിൽ കൺഫോമേഴ്സ് എന്ന്. ഓക്കെ, ഇനി which are the different types of conformations of ethane? Among these which is most stable? ഏതാണ് ഈഥേൻ്റെ പല ടൈപ്പ് കൺഫർമേഷൻസ്, അതിൽ ഏതാണ് സ്റ്റേബിൾ? Ethane has mainly 2 types of conformations, eclipsed, staggered. അപ്പോൾ ഈഥേന് 2 ടൈപ്പ് കൺഫർമേഷൻ ആണുള്ളത്, eclipsed, staggeredും. Among these, staggered conformation is more stable. This is because here the electron clouds of carbon-hydrogen bonds are very far apart. So there is minimum repulsive force of maximum stability. So there is minimum repulsive forces and maximum stability. അപ്പോൾ എക്ലിപ്സിലും സ്റ്റാഗേർഡിലും കൂടുതൽ സ്റ്റേബിൾ സ്റ്റാഗേർഡ് ആണ്. കാരണം എന്താണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് അതിൻ്റെ കൺഫർമേഷനെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ന്യൂമൻസ് പ്രൊജക്ഷൻ ഫോമുല വെച്ചിട്ട്. സോ ഞാൻ അതിൽ നിന്ന് തന്നെ പറഞ്ഞുതരാം. ഇതാണ് സ്റ്റാഗേർഡ് ഫോം, ഇതാണ് എക്ലിപ്സ്ഡ് ഫോം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമ്മൾ സ്റ്റാഗേർഡ് ഫോം എടുത്ത് നോക്കാം, അതാണ് കൂടുതൽ സ്റ്റേബിൾ. അപ്പോൾ അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇതിൽ നോക്കുമ്പോൾ കാർബണും ഹൈഡ്രജനും ഇവർ തമ്മിൽ നല്ല ദൂരത്തിലാണ് നിൽക്കണത് അല്ലേ? സോ ഇലക്ട്രോൺ റിപ്പൾഷൻ ഇവിടെ കുറവാണ്. അങ്ങനെ റിപ്പൾഷൻ കുറവായ എന്തുണ്ടാവും? സ്റ്റെബിലിറ്റി കൂടില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാഗേർഡ് ഫോം കൂടുതൽ സ്റ്റേബിൾ ആവുന്നത്. ഇവിടെ നോക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഹൈഡ്രജനും കാർബണും അടുത്തടുത്താണ് അല്ലേ? ഇവിടെ അടുത്തടുത്താണ് ഓരോന്ന് വരുന്നത്. അപ്പോൾ അത് കാരണം ഇവർ തമ്മിൽ ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ടാവും. ആ റിപ്പൾഷൻ കാരണം അവർ സ്റ്റെബിലിറ്റി കുറയില്ലേ? അതാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഡ്രോ ദ ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല ഫോർ ദ കൺഫർമേഷൻസ് ഓഫ് ഈഥേൻ ആണ്. അപ്പോൾ ഇത് എക്ലിപ്സ്ഡ്, ഇത് സ്റ്റാഗേർഡ്. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഇസ് മെൻറ്റ് ബൈ ജോമെട്രിക്കൽ ഐസോമറിസം? ഡ്രോ ദ ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് 2-butene. അപ്പോൾ എന്താണ് ജോമെട്രിക്കൽ ഐസോമറിസം? 2-buteneൻ്റെ ജോമെട്രിക്കൽ ഐസോമേഴ്സ് വരയ്ക്കാൻ പറയുകയാണ്. The isomerism arising due to the difference in the spatial arrangement of atoms around C double bond C is called geometrical isomerism. അപ്പോൾ C double bond Cന് ചുറ്റും ആറ്റത്തിനെ പല രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ അതിൽ കുറേ ഡിഫറൻസ് വരില്ലേ? അത് കാരണം ഉണ്ടാകുന്ന ഐസോമറിസത്തിനെയാണ് ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയാം. ഒരു പ്രാവശ്യം കൂടി വായിച്ചു തരാം. The isomerism arising due to the difference in the spatial arrangement of atoms around C double bond C is called geometrical isomerism. ഓക്കെ, ഇനി 2 ടൈപ്പ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ട്, സിസ് ഉണ്ട്, ട്രാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ സിസ് ആദ്യം നോക്കാം. നമ്മളോട് പറയുന്നത് 2-buteneൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഒരു ജോമെട്രിക്കൽ ഐസോമേഴ്സ് വരയ്ക്കാനാണ്. ആദ്യം നമുക്ക് 2-butene പറ്റി അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ, അതായത് ആദ്യം ബ്യൂട്ടീൻ എന്ന് പറയുമ്പോൾ 4 എണ്ണം ഉണ്ട് കാർബൺ. സോ ജസ്റ്റ് 4 കാർബൺ എഴുതുക. അതിനുശേഷം എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ 2-butene ആണ്, അതായത് സെക്കൻഡ് കാർബണുമേ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. അങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ഫോമിലാണ് അതിനെ കിട്ടുക. അതിന് നമ്മൾ ഈ ഒരു ഫോമിലാക്കുക, അതായത് C double bond C മിഡിലും ബാക്കിയെല്ലാം ഇങ്ങനെ ബ്രാഞ്ചസ് പോലെ വരുന്ന രീതിയിൽ വരയ്ക്കുക. അപ്പോൾ സിസ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരേ ഗ്രൂപ്പിലെ ആൾക്കാർ തന്നെ ഒരേ സൈഡിൽ വയ്ക്കുക. ട്രാൻസ് വരുമ്പോൾ അവരെ ഓപ്പോസിറ്റ് സൈഡിൽ വയ്ക്കുക. ഇവിടെ ഞാൻ CH3ക്ക് വയലറ്റ് കളറാണ് കൊടുത്തേനെ, ഹൈഡ്രജന് ബ്രൗൺ കളറാണ് കൊടുത്തേനെ. വിസിബിൾ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ CH3 ഇവിടെ സിസ് ഐസോമറിൽ ഒരേ സൈഡിലാണ് നിൽക്കണേ. ട്രാൻസിൽ നോക്കുമ്പോൾ അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കണേ അല്ലേ? അപ്പോൾ ഒരേ സൈഡിൽ നിൽക്കണതിനെയാണ് സിസ് ഐസോമർ എന്ന് പറയുക, ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കണതിനെയാണ് ട്രാൻസ് എന്ന് പറയുക. ഓക്കെ, ഈ എക്സാമ്പിൾ മെയിനായിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാട്ടോ ജോമെട്രിക്കൽ ഐസോമറിസത്തിൽ. സോ സിസും ട്രാൻസൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, എന്താണ് ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് അറിഞ്ഞിരിക്കുക. ഇവർ 2-butene വെച്ചിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് അത് വരയ്ക്കുക എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പോയിൻറ്റ്സും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തത് വാട്ട് ഇസ് ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ്, ഗിവ് ഇറ്റ്സ് യൂസ്. എന്താണ് ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ്, അതിൻ്റെ യൂസ് കൊടുക്കാൻ. പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പെലഡൈസ്ഡ് ചാർക്കോൾ ഇസ് നോൺ ആസ് ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ്. ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് ചാർക്കോളാണ്, പക്ഷേ അതിനെ പെല്ലേഡിയം യൂസ് ചെയ്തിട്ട് പാർഷ്യലി ഡീആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ ലിൻഡ്ലാസ് കാറ്റൽ എന്ന് പറഞ്ഞാൽ ചാർക്കോളാണ്, പക്ഷേ പെല്ലേഡിയം യൂസ് ചെയ്തിട്ട് പാർഷ്യലി ഡീആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചേക്കാണ്. ആൽക്കൈൻസ് ഓൺ റിഡക്ഷൻ വിത്ത് ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ് വി ഗെറ്റ് സിസ് ആൽക്കീൻ. അപ്പോൾ അതാണ് അതിൻ്റെ യൂസ്. ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ് വെച്ചിട്ട് ആൽക്കൈൻസിനെ റെഡ്യൂസ് ചെയ്താൽ നമുക്ക് സിസ് ആൽക്കീൻ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് വരിക എന്ന് നോക്കാം. ആദ്യം ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് അല്ലേ? അപ്പോൾ ട്രിപ്പിൾ ബോണ്ടുള്ള ഒരു ഗ്രൂപ്പ് എടുത്തു, പ്ലസ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ വേണം. സോ H2 ഇൻ ദ പ്രസൻസ് ഓഫ് പെല്ലേഡിയം ബാർ കാർബൺ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ?
ഒരു ബോണ്ട് പൊട്ടിയിട്ട് അവിടേക്ക് രണ്ട് ഹൈഡ്രജനായിട്ട് കയറും. ഒരു ബോണ്ട് പൊട്ടുക എന്ന് പറഞ്ഞാൽ എന്താ, 2 ഇലക്ട്രോൺസ് പോവുക. അപ്പോൾ അവിടേക്ക് 2 ഹൈഡ്രജൻ കയറും. സോ C ഡബിൾ ബോണ്ട് C R' H R ഗ്രൂപ്പ്സ് അല്ലേ, എന്തായാലും മീഥൈൽ ഗ്രൂപ്പ്സ് അല്ലേ ഒരേ സൈഡിൽ വരുന്നത്. സോ അത് സിസ് ആൽക്കീനായി മാറും. പിന്നെ അടുത്തത്, വാട്ട് ഈസ് എ മേജർ പ്രൊഡക്റ്റ് ഫോംഡ് ഓൺ ദി അഡീഷൻ ഓഫ് HBr to 1 propene. നെയിം ദ റൂൾ യു യൂസ് ടു ചൂസ് ദ മേജർ പ്രൊഡക്റ്റ് സ്റ്റേറ്റഡ്. അപ്പോൾ നമ്മൾ HBrഉം 1 പ്രൊപ്പീനും വെച്ച് ആഡ് ചെയ്താൽ എന്താണ് മേജർ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുക, അതിൻ്റെ റൂള്, മേജർ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത റൂൾ ഏതാണ്, ആ റൂള് സ്റ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് റിയാക്ഷൻ എന്ന് നോക്കാം. HBrഉം 1 പ്രൊപ്പീനും അല്ലേ. അപ്പോൾ 1 പ്രൊപ്പീൻ എന്ന് പറയുമ്പോൾ ആദ്യം 3 കാർബൺ എഴുതുക, C. അത് കഴിഞ്ഞിട്ട് 1 ഫസ്റ്റ് കാർബണുമേ പ്രൊപ്പീൻ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട്. സോ ഫസ്റ്റ് കാർബൺ എൻ്റെ ഇതായിട്ട് എടുത്തു, നിങ്ങൾക്ക് ഇത് എടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാർബൺ എൻ്റെ ഇതായതുകൊണ്ട് ഇവിടെ ഡബിൾ ബോണ്ട് വരച്ചു, ബാക്കിയെല്ലാം ഹൈഡ്രജൻ ഫിൽ ചെയ്തു. സോ എനിക്ക് കിട്ടി CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr ഗിവ്സ്. അപ്പോൾ നമുക്ക് അതിനെ 2 രീതിയിൽ എഴുതാം. അത് രണ്ടും കൂടി റിയാക്ട് ചെയ്യിപ്പിച്ച് നമുക്ക് അതിനെ 2 രീതിയിൽ എഴുതാം. ഒന്നാമത്തെ കാര്യം അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ HBr കൊടുക്കേണ്ടത് ഡബിൾ ബോണ്ട് ഉള്ള ആൾക്കാർക്കാണ്. ഓക്കെ, ഡബിൾ ബോണ്ട് ഏത് 2 കാർബൺസിൻ്റെ ഇടയിലാണ് വരുന്നത്, ആ 2 കാർബൺസിനാണ് ഒന്നല്ലെങ്കിൽ ഹൈഡ്രജൻ അല്ലെങ്കിൽ ബ്രോമിൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഹൈഡ്രജൻ കൂടുതലുള്ളടത്തേക്ക് ഹൈഡ്രജൻ കൊടുക്കാം, ഹൈഡ്രജൻ കുറവുള്ളടത്തേക്ക് ബ്രോമിനും കൊടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും, CH3 CHBr CH3 എന്ന് കിട്ടും. ഇനി അടുത്തത് നമുക്ക് എങ്ങനെ ചെയ്യാം, ഹൈഡ്രജൻ കുറവുള്ളടത്തേക്ക് ഹൈഡ്രജനെ കൊടുക്കാം, ഹൈഡ്രജൻ കൂടുതലുള്ളടത്തേക്ക് ബ്രോമിനെ കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് CH3 CH2 CH2Br എന്ന്. ഇനി when HBr is added to 1 propene we get 2 products. 2 പ്രൊഡക്റ്റ് കിട്ടി. ഒന്ന് 1 bromopropene പിന്നെ 2 bromopropene. Here the major product is determined by a rule called Markovnikov's rule. ഇവിടെ മേജർ പ്രൊഡക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ മാർക്കോണിക്കോവ്സ് റൂളാണ് യൂസ് ചെയ്യുക. എന്തുകൊണ്ടാണ് മാർക്കോണിക്കോവ് റൂൾ യൂസ് ചെയ്യണേ, നമുക്ക് ആൻറ്റി മാർക്കോണിക്കോവ് റൂൾ യൂസ് ചെയ്തൂടെ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പെറോക്സൈഡിൻ്റെ പ്രസൻസോ അല്ലെങ്കിൽ H2O2ൻ്റെ പ്രസൻസോ അല്ലെങ്കിൽ ഓർഗാനിക് പെറോക്സൈഡ്സോ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അവരുടെ പ്രസൻസ് ഇവിടെ പറയണില്ല. ജസ്റ്റ് HBrഉം 1 പ്രൊപ്പീനും ആഡ് ചെയ്യണു. അപ്പോൾ എന്താണ് മേജർ പ്രൊഡക്റ്റ് കിട്ടുക എന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ഓർഗാനിക് പെറോക്സൈഡ് അല്ലെങ്കിൽ H2O2 എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ യൂസ് ചെയ്യേണ്ടി വന്നതാണ്. ഇവിടെ അത് പറയാത്തതുകൊണ്ട് മാർക്കോണിക്കോവ്സ് റൂൾ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ H2O2 എന്ന് പറഞ്ഞാലും അത് ഓർഗാനിക് പെറോക്സൈഡിൻ്റെ പ്രസൻസ് ആണ്, അവിടെ ആൻറ്റി മാർക്കോണിക്കോവ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എന്താണ് മാർക്കോണിക്കോവ്സ് റൂൾ എന്ന് സ്റ്റേറ്റ് ചെയ്യണം. ദ റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ ആൻ അൺസിമെട്രിക്കൽ റിയേജൻറ്റ് is added to an unsymmetrical alkene, the negative part of the adding molecule get attached to the carbon containing lesser number of hydrogen atoms. അപ്പോൾ ഈ റൂൾ എന്താ പറയുന്നത്, നമ്മളൊരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള റിയേജൻറ്റിനെ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനായിട്ട് ആഡ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അതിൽ ആഡ് ചെയ്യുന്ന മോളിക്യൂളിൻ്റെ നെഗറ്റീവ് പാർട്ട് ഉണ്ടല്ലോ, അത് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബൺ ഏതാണോ അതിലേക്ക് പോയി അറ്റാച്ച് ചെയ്യുന്നു. അതായത് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന അൺസിമെട്രിക്കൽ ആയിട്ടുള്ള റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ HBr ആണ്. അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻ എന്ന് പറഞ്ഞാൽ CH3 CH ഡബിൾ ബോണ്ട് CH2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നെഗറ്റീവ് പാർട്ട് ഓഫ് ആഡിങ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ HBr ആണല്ലോ നമ്മൾ ആഡ് ചെയ്യുന്ന മോളിക്യൂൾ. അതിൻ്റെ നെഗറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, Br അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ആദ്യം ഇരിക്കുക, പിന്നെ രണ്ടാമത് ഉണ്ടാവുക ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളതാണ്. ആഡിങ് മോളിക്യൂളിൻ്റെ നെഗറ്റീവ് പാർട്ടിൽ വരുന്ന ആളാരാ, ബ്രോമിൻ നമ്മൾ ആഡ് ചെയ്യുക ഹൈഡ്രജൻ കുറവുള്ള ഏരിയയിലേക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ അത് CHലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CH3 CH CH3Br. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി 2 എഴുതിയതാണ്, നിങ്ങൾ എഴുതുമ്പോൾ എഴുതേണ്ടത്. ഇതിലിപ്പോൾ ഓർഗാനിക് പെറോക്സൈഡ് പറയാത്ത കാരണം മാർക്കോണിക്കോവ്സ് റൂൾ യൂസ് ചെയ്താൽ നമുക്ക് മേജർ പ്രൊഡക്റ്റ് കിട്ടിയതായിരിക്കും. ഹൈഡ്രജൻ കൂടുതലുള്ളടത്തേക്ക് ഹൈഡ്രജൻ കൊടുക്കുക, ഹൈഡ്രജൻ കുറവുള്ളടത്തേക്ക് ഹാലൈറ്റ്സിനെ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡബിൾ ബോണ്ട് നെക്രോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണം കൊടുക്കാൻ. അപ്പം നമുക്ക് കിട്ടുന്ന മേജർ പ്രൊഡക്റ്റ് ആണ് CH3 CHBr CH3. ഇനി അടുത്തത് വാട്ട് ഇസ് പെറോക്സൈഡ് ഓർ കരാഷ് ഇഫക്റ്റ്, ഗിവ് എൻ എക്സാമ്പിൾ. എന്താണ് പെറോക്സൈഡ് അല്ലെങ്കിൽ കരാഷ് ഇഫക്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ എക്സാമ്പിൾ കൊടുക്കാനാണ് പറയുന്നത്. ഇൻ ദ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് അഡീഷൻ ഓഫ് HBr to unsymmetrical alkenes take place against Markovnikov's rule. This is known as the peroxide or Karash effect or anti-Markovnikov's addition reaction. അപ്പോൾ പെറോക്സൈഡ് അല്ലെങ്കിൽ കരാഷ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ HBrഉം അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനും ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നടക്കുക മാർക്കോണിക്കോവ്സ് റൂളിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അതായത് മാർക്കോണിക്കോവ്സ് റൂളിൽ പറയുന്നത് എന്താ, ഹൈഡ്രജൻ കൂടുതലുള്ളടത്തേക്ക് ഹൈഡ്രജനെ കൊടുക്കുക, ഹൈഡ്രജൻ കുറവുള്ളടത്തേക്ക് ബ്രോമിൻ കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഡബിൾ ബോണ്ട് നെക്രോസ് ആണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ ആൻറ്റി മാർക്കോണിക്കോവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈഡ്രജൻ കുറവുള്ളടത്തേക്ക് ഹൈഡ്രജനെ കൊടുക്കുക, ഹൈഡ്രജൻ കൂടുതലുള്ളടത്തേക്ക് ഹാലൈറ്റ്സിനെ കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിനെയാണ് കരാഷ് ഇഫക്റ്റ് അല്ലെങ്കിൽ പെറോക്സൈഡ് ഇഫക്റ്റ് എന്നൊക്കെ പറയാം. പെറോക്സൈഡിൻ്റെ പ്രസൻസ് ഉള്ള കാരണം പെറോക്സൈഡ് ഇഫക്റ്റ്.
അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CH3 CH double bond CH2 plus HBr in the presence of an organic peroxide gives CH3 CH2 CH2 Br. ഇനി അടുത്തത് ഗിവ് ദ പ്രിപ്പറേഷൻ ഓഫ് അസിറ്റോൺ. അസിറ്റോൺ എന്ന് പറഞ്ഞാൽ C2H2 കേട്ടോ. അറിയില്ലെങ്കിൽ എഴുതി വെച്ചോളൂ, ഇങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അസിറ്റോൺ എന്താണെന്ന് അറിയില്ലെങ്കിൽ അസിറ്റിലീൻ ആണ് അസിറ്റോൺ എന്ന് പറഞ്ഞാൽ. സോ C2H2 അല്ലെങ്കിൽ ഈഥൈൻ എന്നൊക്കെ പറയാം. ഫ്രം കാൽഷ്യം കാർബൈഡ്. അപ്പോൾ കാൽഷ്യം കാർബൈഡിൽ നിന്ന് എങ്ങനെയാണ് അസിറ്റോണിനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. ഓൺ ട്രീറ്റിംഗ് കാൽഷ്യം കാർബൈഡ് വിത്ത് വാട്ടർ വി ഗെറ്റ് അസിറ്റിലീൻ ഗ്യാസ്. അപ്പോൾ കാൽഷ്യം കാർബൈഡിനെ വെള്ളമായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് അസിറ്റിലീൻ ഗ്യാസ് കിട്ടും. അതിൻ്റെ റിയാക്ഷനാണിത്. CaC2 അതാണ് കാൽഷ്യം കാർബൈഡ് പ്ലസ് 2H2O ഗിവ്സ് CaOH twice പ്ലസ് C2H2. C2H2 ആണ് അസിറ്റിലീൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ റിയാക്ഷൻ. ഇനി 12th ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു കൺവേർട്ട് അസിറ്റിലീൻ ടു ബെൻസീൻ? അസിറ്റിലീനെ എങ്ങനെയാണ് ബെൻസീനാക്കി മാറ്റുക? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അതായത് ഇത്ര വരെ അവർ തരും, എന്നിട്ട് പ്രൊഡക്റ്റ് എഴുതാൻ പറയും, അല്ലെങ്കിൽ നിങ്ങളോട് റിയേജൻ്റ് എഴുതാൻ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഇങ്ങനത്തെ കൺവേർഷൻസ് കുറേ പഠിച്ചു വെച്ചിട്ട് പോയിക്കൊള്ളൂ കേട്ടോ. ഇതിൽ തന്നെ കുറേ കൺവേർഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് നോക്കുക, പിന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി നോക്കുക. എൻ്റെ കൺസെപ്റ്റ് ബേസ്ഡ് മാത്രം നോക്കി പോകരുത്, പ്രീവിയസ് ഇയറും കൂടിയും വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എസിറ്റിലീൻ അല്ലെങ്കിൽ ഈഥൈനെ നമ്മൾ റെഡ് ഹോട്ട് അയൺ ട്യൂബിൽ പാസ് ചെയ്യിക്കുകയാണ് അറ്റ് 873 Kelvin. ടെമ്പറേച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അണ്ടർഗോസ് സൈക്ലിക് പോളിമറൈസേഷൻ ടു ഫോം ബെൻസീൻ. അപ്പോൾ അവർ സൈക്ലിക് പോളിമറൈസേഷൻ നടത്തിയിട്ട് ബെൻസീൻ ആവും. അതായത് അസിറ്റിലീൻ എന്ന് പറഞ്ഞാൽ എന്താ? CH ട്രിപ്പിൾ ബോണ്ട് CH അല്ലേ? അതിന് നമ്മൾ ഒരു 3 വട്ടം എഴുതുക. ഇവിടെ CH എഴുതുക, ട്രിപ്പിൾ ബോണ്ട് CH, ഇവിടെ CH ഒരു ഗ്യാപ്പ് കൊടുക്കുക, എന്നിട്ട് CH എഴുതുക, ട്രിപ്പിൾ ബോണ്ട് CH, ഗ്യാപ്പ് കൊടുക്കുക, CH ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, ഇനി ഇവിടുത്തെ ട്രിപ്പിൾ ബോണ്ടിൽ നിന്ന് ഒരു ബോണ്ട് നമ്മൾ ഈ ഗ്യാപ്പിലേക്ക് കൊടുക്കണം, ഇവിടുത്തെ ട്രിപ്പിൾ ബോണ്ടിൽ നിന്ന് ഒരു ബോണ്ട് നമ്മൾ ഈ ഗ്യാപ്പിലേക്ക് കൊടുക്കണം, ഇവിടുത്തെ ട്രിപ്പിൾ ബോണ്ടിൽ നിന്ന് നമ്മളൊരു ബോണ്ട് ഈ ഗ്യാപ്പിലേക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റെഡ് ഹോട്ട് അയൺ ട്യൂബ് അറ്റ് 873 Kelvinൻ്റെ പ്രസൻസിൽ ബെൻസീൻ കിട്ടും. കാരണം എന്താ, നമ്മൾ ഓരോ ബോണ്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെയാണ് നമുക്ക് സ്ട്രക്ചർ വരിക. ഇവിടുന്ന് ഒരെണ്ണം കൊടുത്തു, അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ടായി ബാക്കി അല്ലേ. ഇവിടുന്ന് ഒരു ബോണ്ട് കൊടുത്തു, അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ടായി, സിംഗിൾ ബോണ്ടാണ് ഇപ്പോൾ ബാക്കി വന്നത്. ഇതിങ്ങനെ കണ്ടു. ഓരോ ഇടവിട്ട് ഒരു ഡബിൾ ബോണ്ട് ആണെങ്കിൽ അടുത്ത സിംഗിൾ ബോണ്ട്, പിന്നെ ഡബിൾ ബോണ്ട്, പിന്നെ സിംഗിൾ ബോണ്ട്. അപ്പോൾ ജസ്റ്റ് അസിറ്റിലീൻ കൺവേർട്ടിങ് ടു ബെൻസീൻ എഴുതിയാൽ പോരാ. അതിൻ്റെ പ്രസൻസ് റെഡ് ഹോട്ട് അയൺ ട്യൂബും 873 Kelvinനും ഉള്ള കാരണമാണ് ഇതിങ്ങനെ മാറണേ. അപ്പോൾ അതും കൂടി നോട്ട് ചെയ്യണം കേട്ടോ. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ ബെൻസീനെ. ഇനി അടുത്തത് സ്റ്റേറ്റ് ഹെക്കൽസ് 4n+2 പൈ ഇലക്ട്രോൺ റൂൾ. ഹെക്കൽസ് 4n+2 പൈ ഇലക്ട്രോൺ റൂളിനെ സ്റ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൂളാണ് കേട്ടോ. According to this rule, cyclic planar conjugated system containing 4n+2 pi electron are aromatic. അപ്പോൾ ഈ റൂൾ പ്രകാരം സൈക്ലിക് ആയിട്ട്, പ്ലാനർ ആയിട്ട് അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് ആയിട്ട് കിടക്കുന്ന സിസ്റ്റം ഉണ്ടാവില്ലേ, അവർക്ക് 4n+2 pi ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവർ അരോമാറ്റിക് ആണ്. when n is a number of rings n equal to 1 2 3. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിങ്സ് ആണ്. അപ്പോൾ n 1 2 3 തൊട്ട് തുടങ്ങാം. 0 പറ്റില്ല. 0 ഉണ്ടെങ്കിൽ പിന്നെ 2 ആവുമല്ലോ, 2 pi ഇലക്ട്രോൺസ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് 1 എന്ന് തുടങ്ങി എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ അങ്ങനത്തേനെയാണ് അരോമാറ്റിക് എന്ന് പറയുക. അരോമാറ്റിക് ആണോ എന്ന് തപ്പാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിക്കൽസ് റൂൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത്, ഹൗ വിൽ യു കൺവേർട്ട് സോഡിയം ബെൻസോയേറ്റ് ടു ബെൻസീൻ? സോഡിയം ബെൻസോയേറ്റിനെ എങ്ങനെയാണ് ബെൻസീൻ ആക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഡ ലൈം വെച്ച് ട്രീറ്റ് ചെയ്യുക. നമ്മൾ സോഡിയം അസിറ്റേറ്റിനെ നമ്മൾ മീഥേനാക്കി മാറ്റി, ആ പ്രോസസ്സ് തന്നെ. അപ്പോൾ ഇവിടെ സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? COONA ബെൻസീനിലേക്ക് കയറ്റുക. അപ്പോൾ COONA ബെൻസീൻ റിങ്ങുമ്പോൾ വെച്ചു പ്ലസ് NaOH ഇൻ ദ പ്രസൻസ് ഓഫ് CaO ഹീറ്റ് ചെയ്ത് നമുക്ക് കിട്ടും ബെൻസീൻ പ്ലസ് Ne2CO3. ബൈ പ്രൊഡക്റ്റ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചിലവർ മാർക്ക് കട്ട് ചെയ്യും, അപ്പോൾ എഴുതിക്കോളൂ. ഇനി അടുത്തത്, ഹൗ വിൽ യു കൺവേർട്ട് ഫീനോൾ ടു ബെൻസീൻ? ഫീനോളിനെ എങ്ങനെയാണ് ബെൻസീൻ ആക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്. അപ്പോൾ ഫീനോൾ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങുമ്മിലേക്ക് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യലാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ബെൻസീൻ ആക്കുക? OH കളയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സിങ്ക് ഡസ്റ്റ് യൂസ് ചെയ്യുക, സിങ്കിനെ യൂസ് ചെയ്യുക, ഹീറ്റ് ചെയ്യുക. അപ്പോൾ ബെൻസീനും ZNOയും ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടും. ബൈ പ്രൊഡക്റ്റ് ZNO കേട്ടോ. അപ്പോൾ ഫീനോൾ ഇസ് റെഡ്യൂസ്ഡ് ടു ബെൻസീൻ ബൈ പാസിങ് ഇറ്റ്സ് വേപ്പേഴ്സ് ഓവർ ഹീറ്റഡ് സിങ്ക് ഡസ്റ്റ്. ഇനി അടുത്തത്, വാട്ടർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഗിവ് എക്സാമ്പിൾസ്. എന്താണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? അതിൻ്റെ എക്സാമ്പിൾ കൊടുക്കാൻ പറയുകയാണ്. So these are reactions in which a weak electrophile is replaced by a strong electrophile. The important electrophilic substitution reactions are nitration, sulfonation, halogenation, and Friedel-Crafts alkylation and acylation. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ഇലക്ട്രോഫൈലിനെ ഒരു സ്ട്രോങ് ഇലക്ട്രോഫൈൽ റീപ്ലേസ് ചെയ്യുന്ന റിയാക്ഷനെയാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുക. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് നൈട്രേഷൻ, സൾഫനേഷൻ, ഹാലജിനേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, എസൈലേഷൻ.
അപ്പോൾ ഈ പേരുകളൊക്കെ അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി അതിലൊരു എക്സാമ്പിൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈട്രേഷൻ നോക്കാം. സോ നൈട്രേഷൻ ഇസ് ഇൻട്രൊഡക്ഷൻ ഓഫ് NO2, അതായത് നൈട്രോ ഗ്രൂപ്പ് ടു എ ബെൻസീൻ റിംഗ്. NO2 ഗ്രൂപ്പിനെ, നൈട്രോ ഗ്രൂപ്പിനെ ബെൻസീൻ റിംഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണതിനെയാണ് നൈട്രേഷൻ എന്ന് പറയുക. For this, benzene is heated with a mixture of concentrated HNO3 and concentrated H2SO4. അപ്പോൾ നൈട്രോ ഗ്രൂപ്പിനെ ബെൻസീനിലേക്ക് വെറുതെ ആഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതിന് നമുക്ക് ചില റിയേജൻസ് വേണം. സോ ബെൻസീന് നമ്മൾ എന്ത് ചെയ്യും? കോൺസെൻട്രേറ്റഡ് HNO3യും കോൺസെൻട്രേറ്റഡ് H2SO4 ആയിട്ട് ഹീറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ കിട്ടുന്നതാണ് നൈട്രോ ബെൻസീൻ പ്ലസ് വാട്ടർ. ഓക്കെ, ഇനി അടുത്തത് കൺവേർട്ട് ബെൻസീൻ ടു അസിറ്റോഫീനോൺ ആൻഡ് ടൊലുവീൻ. ബെൻസീനെ അസിറ്റോഫീനോൺ ആക്കാനും ടൊലുവീൻ ആക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പ്രശ്നം വരിക എന്താ വെച്ചാൽ അസിറ്റോഫീനോൺ എന്താണ്, ടൊലുവീൻ എന്താണെന്നാണ് നമുക്ക് അറിയാണ്ടിരിക്കുക. മിക്കവർക്കും അതാവും പ്രോബ്ലം. അപ്പോൾ അസിറ്റോഫീനോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേരും അതിൻ്റെ മോളിക്കുലർ ഫോമുല അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറും ഒന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്യുക. ഈ ലാസ്റ്റ് ടൈമിൽ അതെങ്കിലും ചെയ്യുക. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എക്സാമിനൊക്കെ കയറാനായിട്ട് മുമ്പ് ജസ്റ്റ് ഒന്ന് അത് ഓടിച്ച് വായിച്ചാൽ മതി, തലയിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അറിയാത്തതിൻ്റെ പേരും അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ മോളിക്കുലർ ഫോമുലയോ എന്താ വെച്ചാൽ അതും കൂടി എഴുതാം കേട്ടോ. സോ അസിറ്റോഫീനോൺ എന്ന് പറഞ്ഞാൽ ബെൻസീനുമേ COCH3 ഗ്രൂപ്പ് വരുന്നതാണ്. ബെൻസീനുമേ CO മാറ്റിയിട്ട് CH3 മാത്രമാണെങ്കിൽ അത് ടൊലുവീനായി. അപ്പോൾ COCH3 ബെൻസീനുമേ അറ്റാച്ച് ചെയ്ത് അസിറ്റോഫീനോൺ, CH3 മാത്രമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ടൊലുവീൻ. അപ്പോൾ ബെൻസീനിൽ നിന്ന് അസിറ്റോഫീനോൺ എങ്ങനെയാക്കാമെന്നാണ് ചോദിക്കുന്നത്. അസിറ്റോഫീനോൺ ആക്കണമെങ്കിൽ നമുക്ക് CH3CO ഗ്രൂപ്പ് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബെൻസീൻ പ്ലസ് CH3CO ട്വൈസ് O എൻഹൈഡ്രസ് AlCl3ൻ്റെ പ്രോസസ്സിൽ വെച്ച് ഹീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അസിറ്റോഫീനോൺ. ഇനി ടൊലുവീൻ കിട്ടാനാണെങ്കിൽ ബെൻസീന് CH3Cl വെച്ച് എൻഹൈഡ്രസ് AlCl3ൻ്റെ പ്രസൻസിൽ വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ടൊലുവീനും HCl ആയിട്ട് ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്തായാലും പഠിച്ചു വെച്ചുള്ളൂ കേട്ടോ. ഇനി അടുത്തത് വാട്ട് ഈസ് ഗമാക്സിൻ ഓർ BHSC, ഗിവ് ഇറ്റ്സ് പ്രിപ്പറേഷൻ. എന്താണ് ഗമാക്സിൻ അല്ലെങ്കിൽ BHSC, അതിൻ്റെ പ്രിപ്പറേഷൻ എന്താണ്, എങ്ങനെയാണ് അതിനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് ചോദിക്കണേ. ഓക്കെ, BHSC എന്ന് പറഞ്ഞാൽ ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. ബെൻസീനുമേ 6 ക്ലോറിൻ ആഡ് ചെയ്യണേനെയാണ് ഗമാക്സിൻ അല്ലെങ്കിൽ BHSC എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് നോക്കാം. ബെൻസീൻ ആഡ്സ് ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് UV ലൈറ്റ് ടു ഫോം ബെൻസീൻ ഹെക്സാക്ലോറൈഡ് BHSC. ഇറ്റ് ഈസ് നോൺ ആസ് ഗമാക്സിൻ ഓർ ലിൻഡെയിൻ ഓർ 666. ഓക്കെ, അപ്പോൾ ബെൻസീൻ്റെ ഒപ്പം 6 ക്ലോറിൻ ആഡ് ചെയ്യുകയാണ് നമ്മൾ. അതിൻ്റെ എന്തിൻ്റെ പ്രസൻസിൽ? UV ലൈറ്റിൻ്റെ പ്രസൻസിൽ. എൻഹൈഡ്രസ് AlCl3യും ഡാർക്കും കോൾഡൊക്കെ ആയിട്ടുള്ളത് അതിൻ്റെ പ്രസൻസിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് BHSC അല്ലെങ്കിൽ ബെൻസീൻ ഹെക്സാക്ലോറൈഡ്, നോൺ ആസ് ഗമാക്സിൻ അല്ലെങ്കിൽ ലിൻഡെയിൻ അല്ലെങ്കിൽ 666 എന്ന് പറയുന്നത്. ഇത് ഏറ്റവും എളുപ്പമുള്ള റിയാക്ഷനാണ് കേട്ടോ. ബെൻസീൻ്റെ ഒപ്പം 6 ക്ലോറിൻ ആഡ് ചെയ്തു, എൻഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിൽ ഡാർക്ക് കോൾഡ്, വേണമെങ്കിൽ UV എന്നും കൂടി ഒന്ന് എഴുതിക്കോളൂ. അത് കഴിഞ്ഞ് നമ്മൾ ബെൻസീൻ റിങ്, ഇപ്പോൾ വേണമെങ്കിൽ ഉള്ളിൽ വട്ടം ജസ്റ്റ് വരച്ചാൽ മതി. ഇങ്ങനെ ഓരോ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടായിട്ട് എഴുതാൻ ഇഷ്ടമല്ലെങ്കിൽ ജസ്റ്റ് ഒരു വട്ടം മാത്രം ഉള്ളിൽ വരച്ചിട്ട് Cl അവിടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഓരോ കാർബണിൻ്റെ അവിടെയും Cl നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ 6 കാർബൺ മൊത്തത്തിൽ പ്ലസ് 6 HCl ബൈ പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി അടുത്തത് ഹൗ വിൽ യു കൺവേർട്ട് ബെൻസീൻ ടു സൈക്ലോഹെക്സെയിൻ. ബെൻസീൻ എങ്ങനെയാണ് സൈക്ലോഹെക്സെയിൻ ആക്കി മാറ്റുക? അതായത് ബെൻസീൻ എന്ന് പറയുമ്പോൾ സൈക്ലോഹെക്സെയിൻ്റെ ഉള്ളിലുള്ള വട്ടമാണ്. വട്ടം കളഞ്ഞിട്ട് നമുക്ക് സൈക്ലോഹെക്സെയിൻ കിട്ടണേ. പക്ഷേ അത് വെറുതെ അല്ല നമ്മൾ ചെയ്യുന്നത്, റിഡക്ഷനാണ് അവിടെ നടക്കുന്നത്. റിഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ്രജനെ യൂസ് ചെയ്യും, പ്ലസ് നിക്കലും വേണം. നിക്കലിൻ്റെ പ്രസൻസിലാണ് ചെയ്യുക. സോ ബെൻസീൻ ഇസ് ആഡഡ് വിത്ത് ഹൈഡ്രജൻ അല്ലെങ്കിൽ ബെൻസീൻ ഇസ് റെഡ്യൂസ്ഡ് വിത്ത് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ടു ഫോം സൈക്ലോഹെക്സെയിൻ. അപ്പോൾ ബെൻസീനിൽ നിന്ന് നമുക്ക് സൈക്ലോഹെക്സെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ്യൂസ് ചെയ്യുക ഹൈഡ്രജൻ വെച്ചിട്ട് നിക്കലിൻ്റെ പ്രസൻസിൽ. അപ്പോൾ ഇത്രയായിരുന്നു കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.